ഹലോ മക്കളെ, നമ്മുടെ ബയോളജിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അല്ലെ? സോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്റർ നമ്മൾ അഗ്നി ബാച്ചിൽ അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തീർത്ത സാധനമാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഷോർട്ട് ഫോംസ് തന്നിട്ട് ഫുൾ ഫോം ആക്കാനായിട്ട്. സോ അങ്ങനെ ഇനി തന്നാൽ നമ്മൾ പതറില്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസേഴ്സ് എഴുതും. കാരണം ഈ ചാപ്റ്റർ അത് പഠിക്കാനുള്ള എല്ലാ ഫുൾ ഫോംസും ഞാനിതാ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ എല്ലാ ഷോർട്ട് ഫോംസും അതിന്റെ ഫുൾ ഫോംസും നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്, എല്ലാം ഒരു കുടക്കീഴിലേക്ക്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ ഷോർട്ട് ഫോംസ് പഠിക്കാനില്ല ഈ ചാപ്റ്ററിൽ. പക്ഷെ ഇത്രയധികം ഷോർട്ട് ഫോംസ് ഉള്ള മറ്റൊരു ചാപ്റ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയധികം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. തുടങ്ങാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് വരുന്ന എല്ലാ ഫുൾ ഫോംസും ഷോർട്ട് ഫോംസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇതാ പിടിച്ചോളൂ. ആദ്യത്തേത് RCH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് അംഗനവാടി ഒക്കെ ഉള്ളത്, ഈ ഒരു പ്രോഗ്രാമിന്റെ കീഴിലാണ്. അടുത്തത് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. നമ്മുടെ കോൺട്രാസെപ്റ്റീവ്സിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുന്നത്. അടുത്തത് ECP, എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ്. അതായത് കോയിറ്റസിന് ശേഷം കഴിക്കാവുന്ന 72 മണിക്കൂറിനകത്ത് കഴിക്കാവുന്ന പിൽസ്. അതിനകത്ത് നമുക്ക് ഹോർമോണുകളാണുള്ളത്, അതിന്റെ ഹൈ ഡോസ് ആയിരിക്കും. അതാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ്, ECP. അതിനെ മോർണിംഗ് ആഫ്റ്റർ പിൽസ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അടുത്തത് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് നമ്മുടെ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയും. നമ്മൾ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്ത് കളയുന്നതിനെയാണ് MTP അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ആദ്യത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത 6 മാസത്തിനുള്ളിലാണ് ചെയ്യുന്നതെങ്കിൽ 2 ഡോക്ടേഴ്സ് ഒരു കമ്മിറ്റി ചേർന്ന് അവരുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ MTP ചെയ്യാൻ പറ്റൂ, ബിക്കോസ് ഇറ്റ് ഈസ് ലീഗലൈസ്ഡ് പ്രോഗ്രാം. അടുത്തത് STI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. അതെ, നമുക്ക് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങളെയാണ് STI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. പഴയ ടെക്സ്റ്റിൽ ഇതിന്റെ പേര് STD എന്നായിരുന്നു, പക്ഷെ പുതിയ ടെക്സ്റ്റിൽ അതിന്റെ പേര് STI എന്നാണ്. ഓക്കെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഇതിന് തന്നെ 2 ഇരട്ട പേരുകളുണ്ട്. ഓക്കെ, സോ ഇതിൽ ആദ്യത്തെ ഇരട്ട പേരാണ് VD, വെനറൽ ഡിസീസസ്. രണ്ടാമത്തേത് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, RTI, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് അഥവാ RTI. ഓക്കെ, RTI അഥവാ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്. അടുത്ത നമുക്ക് STI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഓടി എത്തുന്നത് എയ്ഡ്സ് ആയിരിക്കും, അല്ലെ? സോ എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, HIV കാരണം നമുക്കുണ്ടാകുന്ന എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസ്. അടുത്ത ഇതിന്റെ ലക്ഷണങ്ങളിൽ വരുന്ന ഒന്നാണ് PID, അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. അത് സിവിയർ കണ്ടീഷനിലാണ് ഈ PID അഥവാ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് വരുന്നത്. അടുത്തതാണ് ആർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിനെയാണ് ആർട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിൽ വരുന്നതാണ് ബാക്കിയുള്ളതെല്ലാം. ഒന്ന് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ശരീരത്തിന്റെ പുറത്ത് വെച്ച് ഒരു എന്താ പറയുക, നല്ലൊരു സ്റ്റെറൈൽ കണ്ടീഷനിൽ ഓവത്തിനെയും സ്പേമിനെയും ഫെർട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദി ബോഡിയെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്, IVF. നമ്മൾ പലപ്പോഴും റോഡ് വഴിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബോർഡുകൾ കാണാറുണ്ടല്ലേ, IVF സെന്ററുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അതാണ് IVF. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ET അഥവാ എംബ്രിയോ ട്രാൻസ്ഫർ. അതായത് കുഞ്ഞിനെ തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫർ. അത് 2 രീതിയിൽ ചെയ്യാം, ഒന്ന് സിഫ്റ്റും ഒന്ന് IUTയും. സിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ് ടു 8 ബ്ലാസ്റ്റോമിയർ സ്റ്റേജിലാണ്, 8 സെൽഡ് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെയാണ് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അടുത്ത 8, അതിനേക്കാൾ കൂടുതൽ 16 സെൽഡ് സ്റ്റേജ് അല്ലെങ്കിൽ 32 സെൽഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് യൂട്രസിലേക്കായിരിക്കും. അതിനെയാണ് IUT അഥവാ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അടുത്തത് ഗിഫ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഓവം പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഓവത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗിഫ്റ്റ് ആയി നൽകുന്നു. അതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഗിഫ്റ്റിന്റെ ഫുൾ ഫോം ഗമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അടുത്തത് ആണുങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില ടെക്നിക്കുകളാണ്. ഒന്ന് ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അതായത് സ്പേമിന് ഡയറക്റ്റ് ആയിട്ട് ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ആണുങ്ങളുടെ സ്പേം കൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ.
അത് യൂട്രസിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് IUI, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. മക്കളെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഷോർട്ട് ഫോംസ് ആൻഡ് ദെയർ ഫുൾ ഫോംസ്. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കും. ഈ ചാപ്റ്ററിനകത്തുള്ള എല്ലാ ഷോർട്ട് ഫോംസും ഫുൾ ഫോംസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമാകും. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഈ ഷോർട്ട് ഫോംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് ഫോംസ് ഒരിടത്ത് എഴുതി വെക്കിട്ട് സ്വന്തമായിട്ട് എൻ്റെ ഫുൾ ഫോം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇത്രയും എണ്ണം കേട്ട് പേടിക്കുന്നു വേണ്ട, എല്ലാം നമുക്ക് അറിയാവുന്നതും ഈസി ആയിട്ടുള്ള ഷോർട്ട് ഫോംസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് ഈ സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ. ഐ എം ഡോക്ടർ മനോ. ബൈ ഫോർ നൗ.